വെൽക്കം ടു ലേണിനോ. അപ്പോൾ ഈ ഒരു വീഡിയോ സെക്ഷനിൽ നമ്മൾ ലാസ്റ്റ് ഇയർ കീം 2023 ചോദിച്ചിട്ടുള്ള കെമിസ്ട്രി പാർട്ടിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദി നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ 1 mole ഓഫ് മീതെയിൻ. അപ്പം ഒരു മോൾ ഓഫ് മീതെയിനിലുള്ള നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പം CH4 മോളിക്യൂളിൽ എത്ര നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഉണ്ടാവും? അപ്പൊ ഒരു മോൾ CH4 10 ഇലക്ട്രോൺസ് ആണുള്ളത്. ഓക്കെ, അതായത് കാർബണിന്റെ 6 ഇലക്ട്രോൺസും H4 ഹൈഡ്രജന്റെ 4 ഇലക്ട്രോൺസും, ദാറ്റ് ഈസ് 6 + 4 10 വരും. ഓക്കെ, 6 and 4. ഓക്കെ, അങ്ങനെയാണ് നമുക്ക് 10 ഇലക്ട്രോൺസ് കിട്ടുന്നത്. ഇനി ആ 10 നമുക്ക് കിട്ടിയ ഒരു 10 into 6.023 into 10⁻23 which is അവോഗാഡ്രോ നമ്പർ ചെയ്താലാണ് നമുക്ക് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ 1 mole ഓഫ് മീതെയിൻ കിട്ടുന്നത്, which is 60.23 into 10⁻23 ഇലക്ട്രോൺസ് ആണ് നമ്മുടെ ആൻസർ വരുന്നത്. സോ കറക്റ്റ് ആൻസർ എന്താണ്? ഓപ്ഷൻ ബി ആണ്. 60.23 into 10⁻23 നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആണ് ഒരു മോൾ ഓഫ് മീതെയിനിൽ വരുന്നത്. Next question, which of the following statement cannot be explained by the proposals of Dalton's atomic theory? Option A, reorganization of atoms in chemical reactions. Option B, identical properties of all atoms of given element. Option C, the reason for combining of atoms. Option D, formation of compounds from the combination of elements in a fixed ratio. And option E, matter consists of individual atoms. അപ്പൊ ഡാൽട്ടൺസ് അറ്റോമിക് തിയറി നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ? ആ തിയറിയിൽ വരാത്ത പ്രപ്പോസൽ ആണ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യേണ്ടത് തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റിൽ നിന്ന്. അപ്പൊ ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ് ആണ് ഡാൽട്ടൺസ് അറ്റോമിക് തിയറിയിൽ വരുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, ഒരു കെമിക്കൽ റിയാക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? ആറ്റംസിന്റെ റീഅറേഞ്ച്മെന്റ് ആണ്, അല്ലെങ്കിൽ റീഓർഗനൈസേഷൻ ഓഫ് ആറ്റംസ് ഇൻ കെമിക്കൽ റിയാക്ഷൻ ആണ്. അപ്പൊ ഓപ്ഷൻ എ കറക്റ്റ് ആണ്. ഓക്കെ, ഇനി ഒരു ഇൻഡിവിജ്വൽ ആറ്റത്തില് മാറ്റർ ഇൻക്ലൂഡ് ആയിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഓപ്ഷൻ ഇയും കറക്റ്റ് ആണ്. ഓക്കെ, ഇനി തന്നിരിക്കുന്ന എലമെന്റ്സിന്റെ ഐഡന്റിക്കൽ ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് എല്ലാം അത് എക്സ്പ്ലെയിൻ ചെയ്യും. ഇനി നെക്സ്റ്റ് എന്താണ്? അങ്ങനെ നോക്കുകയാണെങ്കിൽ ഓപ്ഷൻ ബിയും കറക്റ്റ് ആയിട്ടാണ് വരുന്നത്. ഇനി കോമ്പൗണ്ട്സ് എന്ന് പറയുന്നത് എന്താണ്? രണ്ടോ അതിൽ കൂടുതലോ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ആറ്റത്തിന്റെ ഒരു കോമ്പിനേഷൻ ആണ് ഒരു കോമ്പൗണ്ട് എന്ന് നമുക്ക് പറയാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഓപ്ഷൻ ഡിയും കറക്റ്റ് ആണ്. അപ്പൊ ഓപ്ഷൻ സി ആണ് ഡാൽട്ടൺസ് അറ്റോമിക് തിയറി വെച്ചിട്ട് വരാത്ത സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ പ്രപ്പോസൽ എന്ന് പറയുന്നത്, വിച്ച് ഈസ് ദ റീസൺ ഫോർ കമ്പൈനിങ് ഓഫ് ആറ്റംസ് നമുക്ക് ഒരിക്കലും ഡാൽട്ടൺസ് അറ്റോമിക് തിയറി വഴി എക്സ്പ്ലെയിൻഡ് ആവുന്നില്ല. സോ ഓപ്ഷൻ സി ആണ് ഇവിടെ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദി കറക്റ്റ് ഓർഡർ ഓഫ് വേരിയേഷൻ ഓഫ് ഫസ്റ്റ് അയണൈസേഷൻ എൻതാൽപ്പീസ് ഈസ്. നമുക്ക് 5 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഏതൊക്കെ എലമെന്റ്സ് ആണ് വരുന്നത് 5 ഓപ്ഷൻസിലും? നിയോൺ, സെനൺ, ലിഥിയം, പൊട്ടാസ്യം ആൻഡ് സീഷ്യം ആണ് നമുക്ക് തന്നിരിക്കുന്ന എലമെന്റ്സ്. അയണൈസേഷൻ എനർജി എന്ന് പറയുന്നത് എന്താണ്? ഒരു മിനിമം എമൗണ്ട് ഓഫ് എനർജി വിച്ച് ഈസ് റിക്വയർഡ് ടു റിമൂവ് ദ മോസ്റ്റ് ലൂസ്ലി ബൗണ്ട് ഇലക്ട്രോൺ ഫ്രം ആൻ ഐസൊലേറ്റഡ് ആറ്റം ഇൻ ഇറ്റ്സ് ഗേഷ്യസ് സ്റ്റേറ്റ്. അപ്പൊ ആ ഒരു മിനിമം എമൗണ്ട് ഓഫ് എനർജിനെയാണ് നമ്മൾ അയണൈസേഷൻ എനർജി അല്ലെങ്കിൽ അയണൈസേഷൻ എൻതാൽപ്പി എന്ന് നമ്മൾ റെഫർ ചെയ്യുന്നത്. ഓക്കെ, നോബിൾ ഗ്യാസസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അവർക്ക് ഫുള്ളി ഫിൽഡ് ഓർബിറ്റിൽ ആയിരിക്കും. അതുകൊണ്ട് തന്നെ അവർ മോസ്റ്റ് സ്റ്റേബിൾ ആയിട്ടുള്ള എലമെന്റ്സ് ആണ് പീരിയോഡിക് ടേബിളിൽ. അപ്പൊ അവരുടെ ആ ഒരു ഇലക്ട്രോൺസിനെ റിമൂവ് ചെയ്യാന്ന് പറയുന്നത് ഭയങ്കര ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ നോബിൾ ഗ്യാസസിനായിരിക്കും മാക്സിമം ഫസ്റ്റ് അയണൈസേഷൻ എനർജി അല്ലെങ്കിൽ ഫസ്റ്റ് അയണൈസേഷൻ എൻതാൽപ്പി ഏറ്റവും മാക്സിമം വരുന്നത് നോബിൾ ഗ്യാസിനാണ്. അപ്പൊ നിയോണിനായിരിക്കും തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ ഏറ്റവും കൂടുതൽ ഫസ്റ്റ് അയണൈസേഷൻ എൻതാൽപ്പി വരുന്നത്. ഓക്കെ, അപ്പൊ ആ ഒരു കേസ് വരുന്നത് ഏത് ഓപ്ഷനിലാണ്? ഓപ്ഷൻ ഇയിലാണ്. അപ്പൊ നിയോൺ ഗ്രേറ്റർ ദാൻ സെനൺ ഗ്രേറ്റർ ദാൻ ലിഥിയം ഗ്രേറ്റർ ദാൻ പൊട്ടാസ്യം ഗ്രേറ്റർ ദാൻ സീഷ്യം എന്നാണ് നമ്മുടെ വേരിയേഷൻ ഓഫ് ഫസ്റ്റ് അയണൈസേഷൻ എൻതാൽപ്പി വരുന്നത്. ഓക്കെ, ഈ കൺസെപ്റ്റ് എന്താന്ന് പറഞ്ഞാൽ ഗ്രൂപ്പില് ഡൗൺവേർഡ്സ് നമ്മൾ മൂവ് ചെയ്യുമ്പോഴത്തേക്കും അയണൈസേഷൻ എൻതാൽപ്പി ഡിക്രീസ് ചെയ്യും ആൻഡ് അക്രോസ് എ പീരിയഡ് അയണൈസേഷൻ എൻതാൽപ്പി ഇൻക്രീസ് ആവുകയാണ് ചെയ്യുന്നത്. സോ ഓപ്ഷൻ ഇ ആണ് ഇവിടെ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ഈസ് റോങ്? Option A, the bond order of helium is 0, so helium molecule is unstable. Option B, lithium molecule is diamagnetic. Option C, oxygen molecule contains 2 unpaired electron and is paramagnetic. Option D, carbon molecule is paramagnetic in vapor phase. Option E,
hydrogen molecule has no unpaired electrons. അപ്പോൾ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ്സിൽ റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് ഓരോ സ്റ്റേറ്റ്മെന്റ്സ് ആയിട്ട് നോക്കാം. ഫസ്റ്റ് പറയുന്നത് എന്താണ്? ഹീലിയത്തിന്റെ ബോണ്ട് ഓർഡർ 0 ആണ്. സോ ഹീലിയം മോളിക്യൂൾ അൺസ്റ്റേബിൾ ആണെന്നാണ് പറയുന്നത്. അത് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഓക്കെ, എന്തുകൊണ്ടാണ് ഇത് വരുന്നത് അങ്ങനെ? ഇവിടെ നമ്പർ ഓഫ് ബോണ്ടിങ് ആൻഡ് ആന്റി ബോണ്ടിങ് ഇലക്ട്രോൺസ് ഹീലിയത്തിന്റെ കേസിൽ ഈക്വൽ ആണ്. അതുകൊണ്ടാണ് അവിടെ ബോണ്ട് ഓർഡർ 0 വരുന്നത്. ആൻഡ് സോ ഹീലിയം മോളിക്യൂൾ അൺസ്റ്റേബിൾ ആയിട്ടാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. ദെൻ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് എന്താണ്? ലിത്തിയം മോളിക്യൂള് ഡയാമാഗ്നറ്റിക് ആണെന്നാണ് പറയുന്നത്. ലിത്തിയം മോളിക്യൂളിൽ അൺപെയർഡ് ആയിട്ടുള്ള ഇലക്ട്രോൺസ് ഒന്നും തന്നെ ഇല്ല. അതുകൊണ്ട് അത് ഡയാമാഗ്നറ്റിക് ആണ് ലിത്തിയം മോളിക്യൂൾ. ദെൻ ഓക്സിജൻ മോളിക്യൂളിൽ 2 അൺപെയർഡ് ഇലക്ട്രോൺസ് ആണുള്ളത്. അതുകൊണ്ട് അത് പാരാമാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് ആണ് എക്സിബിറ്റ് ചെയ്യുന്നത്. Then fourth statement എന്താണ്? കാർബൺ മോളിക്യൂൾ is paramagnetic in vapor phase. ആക്ച്വലി കാർബൺ മോളിക്യൂൾസിൽ അൺപെയർഡ് ആയിട്ടുള്ള ഇലക്ട്രോൺസ് ഒന്നും തന്നെ ഇല്ല. അത് ആക്ച്വലി ഡയാമാഗ്നറ്റിക് ആയിട്ടാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. എന്താണ് ഓപ്ഷൻ ഡി പറയുന്നത്? കാർബൺ മോളിക്യൂൾ is paramagnetic in vapor phase, which is incorrect statement. And ഓപ്ഷൻ ഇ കറക്റ്റ് ആണ്. ഹൈഡ്രജൻ മോളിക്യൂളിൽ അൺപെയർഡ് ഇലക്ട്രോൺസ് ഒന്നും തന്നെ ഇല്ല. So option D ആണ് ഇവിടെ correct answer. Next question. Find the wrong statement from the following list. Option A, dipole-dipole interaction exists in HCl molecules. Option B, 3 states of matter are due to balance between intermolecular forces and the thermal energy of molecules. Option C, according to kinetic theory of gases, the collision of gas molecules are perfectly elastic. Option D, strength of hydrogen bond depends on the Coulombic interaction between lone pair of electrons of one atom and the hydrogen atom. Option E, aqueous tension of water decreases with increase in temperature. അപ്പോൾ തന്നിരിക്കുന്ന ലിസ്റ്റ് ഓഫ് സ്റ്റേറ്റ്മെന്റിൽ നിന്ന് നമുക്ക് റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് ഐഡന്റിഫൈ ചെയ്യേണ്ടത്. ഇവിടെ ഓപ്ഷൻ ഇ ആണ് റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് വരുന്നത്. ഓപ്ഷൻ ഇ എന്താണ് പറയുന്നത്? അക്വസ് ടെൻഷൻ ഓഫ് വാട്ടർ ടെമ്പറേച്ചർ ഇൻക്രീസ് ആവുന്നതനുസരിച്ച് ഡിക്രീസ് ആവുക എന്നാണ് പറയുന്നത്. ഓക്കെ, ആക്ച്വലി എന്താണ് സംഭവിക്കുന്നത്? അക്വസ് ടെൻഷൻ അല്ലെങ്കിൽ വേപ്പർ പ്രഷർ ഓഫ് വാട്ടർ എന്ന് പറയുന്നത് പ്രപ്പോർഷനേറ്റ് ടു ടെമ്പറേച്ചർ ആണ്, വിച്ച് ഇൻക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ ആണ് വരുന്നത്. സോ ഇവിടെ റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഓപ്ഷൻ ഇ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ ഹൈബ്രിഡൈസേഷൻ ഓഫ് xenon in xenon difluoride is option A sp3, option B sp3d, option C sp3d2, option D sp2d and option E sp2. അപ്പൊ ഇവിടെ 1/2 into 8 plus 2 equal to 5 ഇലക്ട്രോൺസ് ആണ് ഇവിടെ വരുന്നത്. ദാറ്റ് ഈസ് sp3d ഹൈബ്രിഡൈസേഷൻ ആണ് വരുന്നത്. 2 ബോണ്ട് പെയർസും 3 ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസും ആണ് ഇവിടെ വരുന്നത്. സോ കറക്റ്റ് ആൻസർ എന്താണ്? ഓപ്ഷൻ ബി ആണ്. sp3d ഹൈബ്രിഡൈസേഷൻ ആണ് xenon ഡൈഫ്ലൂറൈഡിൽ വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദി ഫോളോയിങ് കോമ്പൗണ്ട്സ് ഇസ് നോൺ ആസ് ഇനോർഗാനിക് ബെൻസീൻ? ഓപ്ഷൻ എ B6H6, ഓപ്ഷൻ ബി C5H5b, ഓപ്ഷൻ സി C3N3H3, ഓപ്ഷൻ ഡി B3N3H6, ഓപ്ഷൻ ഇ BF3. അപ്പൊ ഇനോർഗാനിക് ബെൻസീൻ എന്ന് പറയുന്നത് എന്താണ്? It is also known as borosine, which is an inorganic and cyclic compound. Inorganic benzene chemical formula വരുന്നത് ഇങ്ങനെയാണ്. BH thrice NH thrice എന്നാണ് വരുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ വരുന്നത്, which includes BH3 and NH3. സോ ഓപ്ഷൻ ഡി എന്താണ്? B3N3H6 ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. Next question. The number of sulfur-sulfur bonds and the number of lone pairs in S8 molecule respectively are. അപ്പൊ S8 മോളിക്യൂളിന് crown-like structure ആണ് വരുന്നത്. Okay, which can be represented as in the picture. അപ്പൊ ഇവിടെ എത്ര SS bonds ആണ് ഉള്ളതെന്ന് നമുക്ക് നോക്കാം. 1, 2, 3, 4, 5, 6, 7 and 8 sulfur-sulfur bonds ആണ് ഉള്ളത്. ഓക്കെ, നമ്പർ ഓഫ് sulfur-sulfur bonds വരുന്നത് 8 ആണ്. ഇനി എത്ര ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് ആണ് S8 മോളിക്യൂൾ ഉള്ളതെന്നാണ് നമുക്ക് നെക്സ്റ്റ് കണ്ടുപിടിക്കേണ്ടത്. ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് എന്ന് പറഞ്ഞാൽ എന്താണ്?
ലോൺ പെയർ എന്ന് പറയുന്നത് എന്താണ്? ഒരു പെയർ ഓഫ് വാലൻസ് ഇലക്ട്രോൺസ് തന്നെയാണ് that are not shared with another atom in a covalent bond. അപ്പൊ അങ്ങനെയുള്ള ഇലക്ട്രോൺസിനെയാണ് നമ്മൾ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് എന്ന് പറയുന്നത്. ഇനി S8 മോളിക്യൂളിന്റെ കേസ് നോക്കുകയാണെങ്കിൽ ഇവിടെ ഓരോ സൾഫർ ആറ്റത്തിനും 2 ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് ലെഫ്റ്റ് ആയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ടോട്ടൽ നോക്കുകയാണെങ്കിൽ 8 സൾഫർ ആറ്റത്തിന് 16 ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് ആണ് വരുന്നത്. സോ 16 ആണ് നമ്പർ ഓഫ് ലോൺ പെയർസ് ഇവിടെ വരുന്നത്. സോ 8 and 16 ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ, വിച്ച് ഈസ് ഓപ്ഷൻ ബി. Next question, the shape of xenon oxyfluoride molecule is option A square pyramid, option B planar, option C trigonal bipyramid, option D pentagonal bipyramid and option E linear. അപ്പൊ ഇവിടെ നമുക്ക് ഹൈബ്രിഡൈസേഷൻ അല്ലെങ്കിൽ ഷേപ്പിനെ പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് സ്റ്റെറിക് നമ്പർ യൂസ് ചെയ്യാം. സ്റ്റെറിക് നമ്പർ എന്ന് പറഞ്ഞാൽ എന്താണ്? സിഗ്മ ബോണ്ട് നമ്പർ പ്ലസ് ലോൺ പെയർ നമ്പർ ആണ് വരുന്നത്. അപ്പൊ ഇവിടെ 5 ബോണ്ട് പെയർസും ഒരു ലോൺ പെയറുമാണ് വരുന്നത്. ആൻഡ് sp3d2 ഹൈബ്രിഡൈസേഷൻ ആണ് അതുകൊണ്ട് തന്നെ വരുന്നത്. ഓക്കെ, അപ്പൊ XeO4 മോളിക്യൂളിന് സ്ക്വയർ പിരമിഡൽ ഷേപ്പ് ആണ് വരുന്നത്. സോ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. Next question, the geometry of NiCl4 2- and NiCN4 2- ions are option A both tetrahedral, option B both square planar, option C both octahedral, option D square planar and tetrahedral respectively, option E tetrahedral and square planar respectively. NiCl4 2- sp3d hybridization ആണ് and so tetrahedral geometry ആണ് അതിന് വരുന്നത്. And next NiCN4 2- dsp2 hybridization ആണ് and square planar geometry ആണ് വരുന്നത്. So option E tetrahedral and square planar ആണ് ഇവിടെ correct answer. So അപ്പൊ ഇത്രയാണ് ഈ ഒരു വീഡിയോ സെക്ഷനിലെ നമ്മുടെ ക്വസ്റ്റ്യൻസ്. താങ്ക് യു.